ഹായ്. ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് കിട്ടാത്തവരാണ് നിങ്ങളെങ്കിൽ, ഇനി അതല്ല പുതിയതായിട്ട് ജിമ്മിൽ ചേർന്നു, പക്ഷെ ഇനി അങ്ങോട്ട് എങ്ങനെ എന്ത് എന്നൊരു ഐഡിയ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കണം. ഞാൻ ബാലു മധുസൂദനൻ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ BM ഫിറ്റ്നസ്സിലേക്ക് സ്വാഗതം. ഒരുപാട് വലിയ യൂട്യൂബ് ചാനലിൻ്റെ ഇടയിലോട്ട് ഞാൻ എൻ്റെ ചെറിയൊരു ഫിറ്റ്നസ് ചാനൽ കൊണ്ടുവരികയാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടും സഹകരണവും തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള റിസൾട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്നുണ്ട്, മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, വേർക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നില്ല. അതിന് മെയിനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മെയിനായിട്ടൊരു 4-5 കോമൺ മിസ്റ്റേക്സ് ഉണ്ട്. ആ മിസ്റ്റേക്സിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മിസ്റ്റേക്കുകളെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്രസ്സ് ചെയ്യുന്നേ ഉള്ളൂ. എൻ്റെ വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധം എങ്ങനെ ഈ മിസ്റ്റേക്കുകളെ നമുക്ക് കറക്റ്റ് ചെയ്യാമെന്നും അതുവഴി നമ്മുടെ റിസൾട്ട് എങ്ങനെ നല്ലതാക്കാമെന്നുള്ള വീഡിയോ ഞാൻ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും. അപ്പം സമയം കളയാതെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഒന്നാമത്തതും ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഒരു മിസ്റ്റേക്കാണ് നല്ലൊരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത്. നമ്മൾ സത്യം പറഞ്ഞാൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ മസിൽസിനെ അടിച്ചുടയ്ക്കുക ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് കഴിക്കുന്നു, രാത്രി എത്രമാത്രം ഉറങ്ങുന്നു, എത്ര റെസ്റ്റ് ശരീരത്തിന് കൊടുക്കുന്നു, ഇതൊക്കെയാണ് ശരിക്കും മസിൽ ബിൽഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പം വർക്കൗട്ടിന് ശേഷം നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്താൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു റിസൾട്ട് നമ്മുടെ ശരീരത്തിന് കിട്ടത്തുള്ളൂ. അതിനാവശ്യമായ രീതിയിലുള്ള പ്രോട്ടീനും ഫാറ്റും കാർബും വിറ്റമിൻസും എല്ലാം അത്യാവശ്യമാണ്. അപ്പം നല്ലൊരു ഡയറ്റ് പ്ലാൻ എങ്ങനെ ചെയ്യാം, അതെങ്ങനെ ഫോളോ ചെയ്യാം എന്നുള്ളതിനെ പറ്റി വരുന്ന വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. ഓക്കെ. രണ്ടാമത്തെ മിസ്റ്റേക്കാണ് ഒരു പ്രീ പ്ലാനും ഇല്ലാണ്ട് ജിമ്മിലോട്ട് ചെല്ലുക എന്നുള്ളത്. യാതൊരു വിധ തരത്തിലുള്ള വർക്കൗട്ട് പ്ലാനും ഉണ്ടാവില്ല. ജിമ്മിൽ ചെന്നതിന് ശേഷമായിരിക്കും ചിന്തിക്കുന്നത് ഇന്ന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കേബിളും വലിച്ച് 2 ഡമ്പലും പൊക്കി മറ്റുള്ളവർ ചെയ്യുന്നത് നോക്കി മൊബൈലിലും നോക്കി 4 പേരോട് സംസാരിച്ച് പാട്ടും കേട്ട് അടിപൊളിയായിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോരും. എന്നിട്ട് ഓരോ എനിക്ക് റിസൾട്ട് ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത്. നിങ്ങൾ ജിമ്മിൽ പോകുന്നതിന് മുന്നേ അന്നത്തെ ദിവസം ഏത് ബോഡി പാർട്ടിനാണ് വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും എത്ര റെപ്പ് ചെയ്യണമെന്നും എത്ര സെറ്റ് ചെയ്യണമെന്നുള്ള വ്യക്തമായൊരു ധാരണയോടെ മാത്രമേ ജിമ്മിലോട്ട് പോകാവുള്ളൂ. ഒരാഴ്ചയിൽ ഓരോ ദിവസവും ഏതൊക്കെ വർക്കൗട്ട് ചെയ്യണമെന്നുള്ള ഒരു പ്രീ പ്ലാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വർക്കൗട്ട് നല്ല രീതിയിൽ ജിമ്മിൽ ചെന്നിട്ട് നിങ്ങൾ 1 മണിക്കൂർ ചിലവഴിച്ചോ 1.5 മണിക്കൂർ ചിലവഴിച്ചാലും നല്ല രീതിയിൽ ആ ഒരു വർക്കൗട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളൊരു ജിമ്മിലോട്ട് കയറിയിട്ട് അവിടെ എത്ര മണിക്കൂർ നിൽക്കുന്നു എന്നുള്ളതല്ല, നിങ്ങളിപ്പോൾ ഒരു അരമണിക്കൂർ നിൽക്കുന്നുള്ളൂ എങ്കിലും ആ അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പം നല്ലൊരു പ്രീ വർക്കൗട്ട് പ്ലാൻ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ പറ്റി അധികം വൈകാതെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ മിസ്റ്റേക്കാണ് കോമ്പൗണ്ട് വർക്കൗട്ടുകൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. സ്ക്വാട്ട്, ബെഞ്ച്, ഡെഡ്, പുള്ളപ്പ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് സ്ട്രെങ്ത്തും മാസും കൂട്ടാൻ സഹായിക്കുന്ന നല്ല അടിപൊളി കോമ്പൗണ്ട് വർക്കൗട്ടുകളാണ്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഡംബൽസും കേബിൾസും മാത്രമായിട്ട് ഒതുങ്ങുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. അപ്പം ഒരു ലെഗ് വർക്കൗട്ട് റുട്ടീൻ ആണെങ്കിൽ തീർച്ചയായും അതിൽ സ്ക്വാട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ചെസ്റ്റ് റുട്ടീനിൽ നിങ്ങൾ ബെഞ്ച് പ്രസ് ഉൾപ്പെടുത്തുക. ബാക്ക് റുട്ടീനിൽ ഹെവി പുള്ളപ്പ്, നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് പുള്ളപ്പ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒരല്പം വെയിറ്റ് വെച്ച് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടി പുള്ളപ്പ് ചെയ്യുക, ഡെഡ് ലിഫ്റ്റ് ചെയ്യുക. അപ്പം ഇതുപോലുള്ള കോമ്പൗണ്ട് വർക്കൗട്ടുകൾ നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ നിങ്ങൾ ആഡ് ചെയ്യണം. അതിൽ പ്രോഗ്രസീവായിട്ട് നിങ്ങൾ ഓവർലോഡ് ചെയ്യണം, അത് ട്രാക്ക് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിൻ്റെ പവറും മാസും വർദ്ധിപ്പിക്കാൻ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഒരു കാരണവശാലും കോമ്പൗണ്ട് വർക്കൗട്ടുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അപ്പം നിങ്ങൾ ഡംബൽസിനും കേബിൾസിനും കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെ ബാർബെല്ലിനും കൊടുക്കുക. ഒരല്പസമയം ബാർബെല്ലിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഐസൊലേഷൻ വർക്കൗട്ടും കോമ്പൗണ്ട് വർക്കൗട്ടും കൂടിച്ചേർന്നാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു സ്ട്രെങ്ത്തും ഒരു മാസ് അപ്പിലുള്ളൊരു ശരീരവും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ തീർച്ചയായും ഇനിയുള്ള നിങ്ങളുടെ വർക്കൗട്ടിൽ കോമ്പൗണ്ട് വർക്കൗട്ടുകൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പം
ഇനി വരുന്ന എൻ്റെ വീഡിയോയിൽ കോമ്പൗണ്ട് വർക്കൗട്ടുകൾ ചെയ്യുമ്പം പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കറക്റ്റ് ഫോമും പോസ്റ്ററും എല്ലാം നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കോമ്പൗണ്ട് വർക്കൗട്ടുകൾ നമ്മൾ ഐസൊലേഷൻ വർക്കൗട്ട് പോലല്ല, ഒരല്പം ഹെവി വെയിറ്റ് ഇട്ടാണ് അതൊക്കെ നമ്മൾ ചെയ്യുക. അപ്പോൾ അതെങ്ങനെ കറക്റ്റായ രീതിയിൽ ചെയ്യാമെന്നുള്ളത് നമ്മൾ ഈ വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നാലാമത്തെ മിസ്റ്റേക്കാണ് നമ്മുടെ വർക്കൗട്ട് പ്രോഗ്രഷൻ നമ്മൾ ട്രാക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. വർക്കൗട്ട് പ്രോഗ്രഷൻ ട്രാക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജിമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഫോർ എക്സാമ്പിൾ സ്ക്വാട്ട് ആദ്യമായിട്ട് ചെയ്തപ്പോൾ നിങ്ങളൊരു 50 കിലോ ഒരു 5 റെപ്സ് നിങ്ങൾ അടിച്ചെന്ന് വയ്ക്കുക. അപ്പം ആ സെയിം സ്ക്വാട്ട് ഒരു 6 മാസത്തിനിപ്പുറം നിങ്ങളൊരു 80 കിലോ 90 കിലോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നെങ്കിൽ ആ ഒരു 6 മാസത്തെ കാലയളവിനുള്ളിൽ നിങ്ങളുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഒരു 30-40 കിലോയാണ്. അപ്പോൾ ഇതാണ് ഒരു ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തൊട്ടുള്ളൊരു ട്രാക്കിംഗ് ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് പ്രീവിയസ് വീക്കിൽ നിങ്ങൾ ഒരു പെർട്ടിക്കുലർ വർക്കൗട്ട്, അതിപ്പം ഒരു ബെഞ്ച് പ്രസ് ആണെങ്കിൽ എത്ര കിലോ ആണ് ബെഞ്ച് പ്രസ് ചെയ്തതെന്നും എത്ര സെറ്റ് ചെയ്തതെന്നും എത്ര റെപ്സ് ചെയ്യുന്നുള്ളൊരു കാൽക്കുലേഷൻ അല്ല, ഒരു ട്രാക്കിംഗ് തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ പ്രോഗ്രസീവ് ഓവർലോഡിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. നമുക്കറിയാം മസിൽ ബിൽഡിങ്ങിന് അത്യാവശ്യം വേണ്ട ഒരു സ്ട്രാറ്റജിയാണ് പ്രോഗ്രസീവ് ഓവർലോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഫോർ എക്സാമ്പിൾ ബെഞ്ച് പ്രസ് നിങ്ങൾ ഒരു 50 കിലോ ഒരു 5 റെപ്പാണ് കഴിഞ്ഞ ആഴ്ച ചെയ്തതെങ്കിൽ ഈ ആഴ്ച നിങ്ങളുടെ ചെസ്റ്റ് ഡേയിൽ നിങ്ങൾ ബെഞ്ച് പ്രസ് അതൊരു 55 കിലോ ചെയ്യാൻ, അല്ലെങ്കിൽ 5 റെപ്പ് എന്നുള്ളത് ഒരു 8 റെപ്പാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അതിനാണ് നമ്മൾ പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ മസിൽ ബിൽഡ് ആവുന്നതും നമ്മുടെ സ്ട്രെങ്ത് വർദ്ധിക്കുന്നതും. അപ്പോൾ ഈ ഒരു പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യണമെങ്കിൽ എല്ലാ വർക്കൗട്ടും, ഞാൻ ബെഞ്ച് പ്രസ് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കൗട്ടും നല്ല കറക്റ്റായ രീതിയിൽ അതിൻ്റെ ഒരു പ്രോഗ്രഷൻ ട്രാക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അഞ്ചാമത്തെ മിസ്റ്റേക്കാണ് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിനെ പറ്റിയും നമ്മുടെ ശരീരത്തിനെ പറ്റിയും നമുക്ക് സ്വയം ഒരു വിലയിരുത്തൽ ഇല്ലാതിരിക്കുക എന്നുള്ളത്. നമ്മളൊരു ജിമ്മിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ജിമ്മിലും കോമൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ടർമാരുണ്ടാവും. അപ്പോൾ നമ്മൾ ചെന്ന് എല്ലാ കാര്യങ്ങളും ആശാനോട് ചോദിച്ചിട്ട് പുള്ളി പറയുന്നത് പോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് നമുക്കുണ്ടാവില്ല. ഞാൻ പറയാനുള്ള കാരണം, ഇപ്പം നിങ്ങളൊരു പേഴ്സണൽ ട്രെയിനർ ഇപ്പം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ജിമ്മിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ആ ഫുൾ ടൈം അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ആദ്യം തൊട്ടേ ഉള്ളൊരു വർക്കൗട്ടിൻ്റെ ട്രാക്കും പ്രോഗ്രഷനും നിങ്ങൾ ലാസ്റ്റ് വർക്കൗട്ടിൽ എത്ര സെറ്റ്, എത്ര വെയിറ്റ്, എത്ര റെപ്പ് ചെയ്ത് ഇതെല്ലാം അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ബാക്കി കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കോളും. അവർ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുക, ഇറങ്ങിപ്പോരുക, വേറൊന്നും അവിടെ ചെയ്യാനില്ല. പക്ഷേ ഒരു കോമൺ ഇൻസ്ട്രക്ടർ ഉള്ളൊരു ജിമ്മിൽ ഒരു ദിവസം എത്ര പേര് വന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും? ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ജിമ്മിലോട്ട് ചെന്ന് ചോദിക്കും, ആശാൻ ഇന്ന് എന്താ കളിക്കണ്ടേ? ആശാൻ പറയും ഇന്ന് ബെഞ്ച് കളിക്കാം, ബെഞ്ച് പ്രസ് ചെയ്യാം. ഓക്കെ, പിന്നെ എത്ര കിലോ ചെയ്യണം, എത്ര റെപ്പ് ചെയ്യണം, എത്ര സെറ്റ് ചെയ്യണം, എല്ലാം പുള്ളി പറയുന്ന പോലെ. ഇപ്പം നിങ്ങൾക്ക് ഒരു 50 കിലോ പുള്ളി ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 50 കിലോ ബെഞ്ച് പ്രസ് ചെയ്തോ, ഒരു 10 റെപ്പ് ചെയ്തോ. നിങ്ങൾ 50 കിലോ ഇടുന്നു, 10 റെപ്പ് ചെയ്യുന്നു, തീർന്നു. അങ്ങനെയല്ല സംഭവം. നിങ്ങൾക്കിപ്പോൾ ഒരു 50 കിലോ ചെയ്ത്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രീവിയസ് വർക്കൗട്ടിൻ്റെ ഒരു പ്രോഗ്രഷൻ്റെ ട്രാക്ക് ഒന്നും ഒരു കോമൺ ഇൻസ്ട്രക്ടറുടെ കയ്യിലുണ്ടാവില്ല. കാരണം ഒരുപാട് പേരെ പുള്ളി ഡീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു വിലയിരുത്തൽ, ഞാൻ ലാസ്റ്റ് ബെഞ്ച് പ്രസ് ഡേയിൽ ഞാൻ ഇത്ര വെയിറ്റ് ഇത്ര റെപ്പ് ഞാൻ ചെയ്തു, അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം ഞാൻ ഒരു 50 കിലോ ഞാനൊരു 10 റെപ്പ് ചെയ്തെങ്കിൽ എനിക്കൊരു 55 കിലോ ഞാൻ ട്രൈ ചെയ്യാം എന്നുള്ളൊരു സ്വയം വിലയിരുത്തൽ നിങ്ങൾക്ക് വേണം. എപ്പോഴൊരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാനുള്ളൊരു മെൻറ്റാലിറ്റി നിങ്ങൾ കാണിക്കണം. പ്രോഗ്രസീവ് ഓവർലോഡിന് അത് അത്യാവശ്യമാണ്. അല്ലാണ്ട് നിങ്ങളൊരു പെർട്ടിക്കുലർ വെയിറ്റിൽ തന്നെ ഇട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബോഡി ഗ്രോത്ത് ആകത്തില്ല. അപ്പം ആ ഒരു ട്രാക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ നിങ്ങൾക്ക് പേരിന് നിങ്ങളുടെ ഇൻസ്ട്രക്ടർ അടുത്ത് പറയാം, വെയിറ്റ് കൂട്ടുമ്പോൾ എൻ്റെ പോസ്റ്റർ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ഫോം ഇൻകറക്റ്റ് ആണോ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറയാം. അല്ലാണ്ട് A to Z കാര്യങ്ങൾ ഒരു കോമൺ ഇൻസ്ട്രക്ടറുടെ അടുത്ത് നിങ്ങൾ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് നിങ്ങൾക്ക് ജിമ്മിൽ കാഴ്ചവെക്കാനോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടാനോ അത് സഹായിക്കില്ല. അപ്പം ഞാനീ പറഞ്ഞ 5 കാര്യങ്ങളിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ ഭാഗത്തുണ്ടോ എന്ന് നിങ്ങൾ വിലയിരുത്തുക. ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് കറക്റ്റ് ചെയ്യാനുള്ളൊരു വഴി അത് ഞാൻ തന്നെ പറഞ്ഞു തരാം. എൻ്റെ വരുന്ന വീഡിയോസിൽ ഈ മിസ്റ്റേക്കുകളൊക്കെ എങ്ങനെ കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ എങ്ങനെ ഒരു വർക്കൗട്ട് പ്ലാൻ ചെയ്യാം, ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യാം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ എങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഹെൽപ്പുകളും എൻ്റെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ.